തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഗ്രാമങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉടുമ്പൽപേട്ടിലെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളായിരുന്നു കണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി ഉടുമ്പൽപേട്ടിലേക്ക് വന്നിരിക്കുകയാണ്, പുതിയ ഗ്രാമങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും തേടി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ജക്കാംപാളയം എന്നാണ്. പിന്നെ പുതിയ ഗ്രാമം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആദ്യമായിട്ട് വരുവാണല്ലോ, ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ ജക്കാംപാളയം കൃഷിക്ക് ഭയങ്കര പേര് കേട്ടതാണ്. പ്രധാനമായിട്ടും ചോളമാണ് വിളയുന്നത്. ഈ ഉടുമ്പൽപേട്ടിൽ പ്രധാനമായിട്ടും ചോളം തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും വിളയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും മത്തൻ, പയർ, അതുപോലെ വെണ്ട, അങ്ങനെയുള്ള ഒരുപാട് പച്ചക്കറികളും ഈ ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു ചോളപ്പാടത്തിന് നടുക്കോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ചോളച്ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതൊക്കെ എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, അതിങ്ങനെ വളർന്ന് ഇതിൻ്റെ വിളവൊക്കെ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചില സ്ഥലത്ത് ചോളം നട്ടിട്ടേ ഉള്ളൂ, ചില സ്ഥലത്ത് അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി പ്രായമായി നിൽക്കുന്നു, ഇതൊക്കെ വിളവെടുക്കാറായി നിൽക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചോളപ്പാടങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഒപ്പം തന്നെ തെങ്ങും തോട്ടങ്ങളൊക്കെ ആയിട്ട് എവിടെ നോക്കിയാലും നമുക്ക് പലതരത്തിലുള്ള കൃഷികളാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമീണർ. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, എന്നിട്ട് പോലും അവർ വെറുതെ ഇരിക്കുന്നില്ല. അവർ എന്താ പറയുക, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടിലെ ഗ്രാമീണർ എന്ന് പറയുന്നത്. ഇത് വലിയൊരു കൃഷിയിടം തന്നെയാണ്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള കൃഷികളാണ് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് തണ്ണിമത്തൻ പാകിയേക്കുന്നതാണ് കേട്ടോ. അത് കണ്ടില്ലേ, തണ്ണിമത്തനാണ്. അത് പാകിയേക്കുന്നതൊക്കെ അത് പാകിയിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു പോളിത്തീൻ കവർ വെച്ച് മൂടിയേക്കുവാണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ ഒരു ടൈമാണല്ലോ ഇനി, വേനൽക്കാലമായി കഴിഞ്ഞാൽ തണ്ണിമത്തനൊക്കെ നല്ല ഡിമാൻഡല്ലേ. അതോടൊപ്പം തന്നെ ആ കാണുന്നത് തക്കാളിപ്പാടമാണ്. ഇതൊക്കെ നനയ്ക്കാനായിട്ട് തലങ്ങും വിലങ്ങുമായിട്ട് ഇങ്ങനെ ഹോസ് പോയേക്കുന്നത് കാണാം. അവിടെ നമുക്ക് ചോളം നട്ടേക്കുന്നത് കാണാം. അതിന് ഏറ്റവും അതിർത്തിയിലായിട്ട് തെങ്ങും തോട്ടങ്ങളും അതൊക്കെയാണ് നമുക്ക് ഇവിടെ കണ്ടോ. വലിയൊരു കൃഷിയിടമാണ്, ഇങ്ങനെ പരന്ന് കിടക്കണ കാണാം കേട്ടോ. അതിന് നടുവിലായിട്ട് വീടുകളും അതുപോലെ തൊഴുത്തുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആ വീടിൻ്റെ മുറ്റത്തൊരു ട്രാക്ടർ കാണാം. പേരിസല്ലേ, പേരിസല്ലേ, തനുഷ, തനുഷ, ടാറ്റ, ടാറ്റ. ഇവിടെ മയില് കൊത്തിയെടുക്കുമെന്ന് പറഞ്ഞ് കൃഷി ചെയ്തേക്കുന്നതൊക്കെ മയിലിൻ്റെ ഭയങ്കര ശല്യമുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഇഷ്ടംപോലെ മയിൽ കാണാം കേട്ടോ തെങ്ങത്തോട്ടത്തിലൊക്കെ. വരട്ടുമാ. ആ കുട്ടി ആ വീട്ടിലാണ് കേട്ടോ. രാവിലെ തന്നെ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൂപ്പൻ്റെ കൂടെ. നമുക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കിണറെന്നാണോ ഇതിന് പറയണേ, ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ കൃഷിയിടങ്ങളുടെ നടുവിലായിട്ട് കാണാം കേട്ടോ. അതിൽ നിന്ന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഈ കിണറിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കിണർ കുഴിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത കണ്ടോ കല്ലുകളൊക്കെ കൂട്ടിയിട്ടേക്കണമൊക്കെ വലിയ മല പോലെ. അപ്പോൾ ഇവിടെ രണ്ട് അണ്ണന്മാരുണ്ട്, സാമിദുരയും ദണ്ഡപാണിയും. അവർ രാവിലെ തന്നെ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ധാരാളം പശുക്കളെ കാണാവേ. പശുവിന് തീറ്റ കൊടുക്കുന്നു, അതുപോലെ തന്നെ ചാണകമൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. അങ്ങനെയുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഈ പശുക്കളെല്ലാം തന്നെ കൂടുതൽ ടൈമും ഈ പുറത്ത് തന്നെയാണ് കെട്ടുന്നത്. കണ്ടോ, അവർക്കുള്ള തീറ്റ എല്ലാം ഇട്ട് കൊടുത്തേക്കുന്നത് കാണാം. അത് കണ്ടോ, അത് പശുവിന് കൊടുക്കാനുള്ള പുല്ലാണ് വളർന്നു നിൽക്കുന്നത്. അതൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും. ഇത് ചോളമാണ് ഈ നട്ടേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈക്കോലുണ്ട്. ഈ ഗ്രാമത്തിനോട് ചേർന്ന് ഒരുപാട് നെൽവയലുകളുണ്ട്. അതുകൊണ്ട് തന്നെ വൈക്കോലും പ്രധാനമായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കിടാങ്ങൾ കണ്ടോ, കുഞ്ഞി കിടാക്കൾ കണ്ടോ, ഉണ്ടായിട്ട് 10 ദിവസമായുള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ. അയ്യോ എന്നാ ക്യൂട്ടാന്ന് നോക്കി. കാളക്കുട്ടനെയും കാണാം നമുക്ക്. ആടുണ്ട്. ഇതുണ്ടല്ലേ വൈക്കോല് റോളാക്കി കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ. അതിൽ നിന്ന് ആടൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അമ്മ എന്തി ഒരു കുട്ടീനെ മാത്രമേ കണ്ടോളൂ. അപ്പോൾ ആ ഷെഡിലാണ് പശുക്കൾക്കുള്ള തീറ്റ എല്ലാം എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഒരുപാട് പശുക്കളുണ്ട് ഗ്രാമത്തിൽ. പിന്നെ കണ്ടോ ചോളത്തിൻ്റെ തണ്ടും ഉണങ്ങിയത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കാണാം. ഇതൊക്കെ പശുവിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വലിയ പാടശേഖരങ്ങളാണ് കാണുന്നത്. എല്ലാം തന്നെ ഈ ചോളവും അതുപോലെ പച്ചക്കറികളൊക്കെ വിളയുന്ന പാടശേഖരങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ കാണുന്ന കൃഷിയിടങ്ങളിലൊക്കെ കയറുന്നത് ഇവരുടെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഓണർ ഉണ്ടാവും, അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട കൃഷിയുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ കയറുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഒരിക്കലും അങ്ങനെ കയറരുത്. കയറി കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പം ഒരു ഫോട്ടോ എടുക്കാനായിട്ടായിരിക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നതായിരിക്കും. പക്ഷേ ചോദിക്കുക അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കയറാമല്ലോ. അപ്പോൾ ജക്കാംപാളയത്തിലെ ഈ കൃഷിയിടങ്ങൾക്ക് നടുവിലായിട്ട് ഇവിടെ ധാരാളം വീടുകൾ നമുക്ക് കാണാവേ. കണ്ടോ, ഇവിടെ ഒരുപാട് വീടുകൾ, ചെറിയ വീടുകളുണ്ട്. അതുപോലെ ചെറിയൊരു കട നമുക്ക് അവിടെ കാണാം കേട്ടോ. അതുപോലെ ഇവിടെ പ്രധാനമായിട്ടും ഒരു ക്ഷേത്രമുണ്ട്, മധുരൈ വീരൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. മധുരൈ വീരൻ എന്ന് പറഞ്ഞാൽ ഈ മധുരൈ നഗരത്തിൻ്റെ ഒരു കാവൽ ദൈവമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ മധുരൈ വീരൻ്റെ നേരെ മുൻപിലായിട്ട്
ഇത് ഇങ്ങനെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം. മുനിയപ്പശ്ശി എന്നാണ് പേര്. അതായത് മധുരൈ വീരനെ തൊഴുതു നിൽക്കുന്ന രീതിയിൽ, കുമ്പിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിഷ്ഠ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻപിലായിട്ട് ശൂലം കാണാം. അതുപോലെ ഇവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ അതായത് മധുരൈ ദേവനെ, അതായത് മധുരൈ വീരനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ തൊഴുതു നിൽക്കുന്ന രീതിയിലാണ് ഈ വിഗ്രഹങ്ങളെല്ലാം. ആ ഒരു സങ്കല്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലെ ഏക കടയാണ് കേട്ടോ, ഈ ഒറ്റ കട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം വീടുകൾ കാണാം കേട്ടോ, ചെറിയ വീടുകൾ കണ്ടില്ലേ. ഇത് ഈ കല്ല് വെച്ചിട്ടാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ പണിതേക്കുന്നത്. ഇത് നോക്കി, കല്ല് വെച്ച് കെട്ടിയെടുത്തേക്കുന്നതാണേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വീടുകൾ, ഓടുമേഞ്ഞ വീടുകളാണ് കൂടുതലും. ചെറിയ വീടുകളാണ് ഈ ഗ്രാമത്തിലെങ്ങും നമുക്ക് കാണാനുള്ളത് കേട്ടോ. ഓ, ഇത് വീടല്ലായിരുന്നു കേട്ടോ, ക്ഷമിക്കണം, ഇത് ആട്ടും കൂടാണേ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നോക്കിയപ്പോൾ എനിക്ക് വീടാണ്, ചിലപ്പോൾ നേരത്തെ വീടായിരുന്നിരിക്കാം. ഇപ്പം എന്തായാലും ആടിനെ കെട്ടാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതെ, ആട്ടും കൂട് തന്നെയാണ്. ഇപ്പോൾ വെളിയിൽ ഇതേ ധാരാളം ആടുകളെ കെട്ടിയേക്കുന്നതാണ് കേട്ടോ. വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ തിങ്ങിയാണ് നിലകൊള്ളുന്നത് കേട്ടോ. ഇത് ഈ ഗ്രാമത്തിലെ, അതായത് ജക്കാംപാളയത്തിലെ ഏക കടയാണ് കേട്ടോ. വേറെ ഒരു കട പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. ചെറിയ കട, അത് ഈ വീടുകളൊക്കെ ഉള്ള സ്ഥലത്തായിട്ടാണ് വരുന്നത്. ഇതാണല്ലോ ഈ കടയിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്, മിഠായികളുണ്ട്, അതുപോലെ കോഴിമുട്ട, അങ്ങനെയുള്ള ആവശ്യ സാധനങ്ങൾ അധികം ഒന്നും ഇല്ല കേട്ടോ. പെട്ടിക്കടയാ? ആ, പെരിയ കട എങ്ക ഇരിക്കാ? ഇല്ല, ഇങ്ക പക്കം വേറെ ഇല്ല. 3 കിലോമീറ്റർ. ആ, ചെറിയ കട കേട്ടോ. നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകളൊക്കെ ഇല്ലേ, അതുപോലെ. അപ്പോൾ ഈ മഹേന്ദ്രയ്ക്ക് ട്രാക്ടർ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും കൃഷിയുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു ട്രാക്ടർ മേടിച്ച് മുറ്റത്തിടും കേട്ടോ. ഈ ട്രാക്ടർ മഹേന്ദ്രയുടെ 575 DI എന്ന് പറഞ്ഞൊരു മോഡലാണ്. 7.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. 7.5 ലക്ഷം. ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഇവർക്ക് നില ഒഴുകുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ ഇത് ലോഡർ കണക്ട് ചെയ്യാം. ലോഡർ എടുക്കാം. അതെ അതെ, കൃഷിയിടങ്ങളിൽ നിന്ന് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാലോ. വേറെ ട്രാക്ടർ വിട്ട് ഇത് பண்ணோம்னா கிட்டத்தட்ட இயர்லி அப்படி இருந்தாலும் ஒரு 1.35 1.50 அந்த ரேஞ்ச் வந்துரும். ஆனா வேற டிராக்டர் விட்டோம்னா அதனால ஓன் பர்பஸ் அதான் லாபம். ஒரு 15 ஏக்கர்ஸ் பக்கம் லேண்ட் இருக்குங்காட்டி நம்ம ஒரு புது வண்டி இருந்துச்சுன்னா நம்ம பர்பஸ்க்கு யூஸ் பண்ணிக்கலாம். അതെ അതെ, നമ്മളിപ്പം കൂലി കൊടുത്ത് പണിയെടുക്കാൻ ലാഭമല്ലേ. 1.5 லட்சத்துக்கு மேல கொடுக்க வேண்டியதா இருக்கும். அதனால ஒரு 5 இயர்ஸ்ல வண்டி நம்ம அவங்களுக்கு கொடுக்குற அமௌண்ட் നമ്മൾ ഊരിയെടുക്കും. അതെ അതെ വണ്ടി നമ്മളതായിരും. അതെ അതെ അതെ, അങ്ങനെയാണ്. അപ്പം എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, സ്പീക്കറുണ്ട്. എനിക്ക് ട്രാക്ടർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ നാട്ടിൽ ട്രാക്ടറൊക്കെ വളരെ കുറവല്ലേ. കാരണം നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങൾ കുറവാണ്. മെയിനായിട്ടും പാടശേഖരങ്ങളിലൊക്കെ വന്ന് നിലം ഒഴുകാനൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്, അത് കുറവാണല്ലോ. തമിഴ്നാട്ടിൽ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരുപാട് ട്രാക്ടറുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നിങ്ങളുടെ പേര്? ഗുരുപ്രസാദ്. അപ്പം ഈ ബ്രോയ്ക്ക് മൊത്തം 14 ഏക്കർ ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വിളവെടുത്തിട്ട് വെച്ചേക്കുന്നുണ്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവർ വിളവെടുക്കുന്ന സമയത്ത് കിലോയ്ക്ക് 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് റേറ്റ് കുറവാണ്, അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് അല്ലേ, റേറ്റ് കൂടുമ്പോൾ കൊടുക്കാനായിട്ട്. അതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഇലയൊക്കെ കാണാം. അതായത് സംഭവം കണ്ടില്ലേ, ഉള്ളിയുടെ തണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ஒரு 1 டன்னுக்கு பக்கம் ஒரு 1500 kg பக்கம் அதுல இருந்து சேல் பண்ணிட்டோம். இது வந்து பேலன்ஸ் வெச்சிருக்கோம். അപ്പോൾ ആ കാണുന്നതാണ് ബ്രോയുടെ വീട് കേട്ടോ. കണ്ടോ, അങ്ങനെ വലിയ വീടൊന്നുമല്ല, പക്ഷേ ഇവർ അതിലൊന്നും അല്ല കേട്ടോ ഫോക്കസ് ചെയ്യണേ. ഇവർക്ക് കൃഷിയും പശു വളർത്തലും അതൊക്കെയാണ് മെയിൻ. പശുവിന് പുല്ലരിഞ്ഞ് കൊടുക്കുവാണേ. ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ ചക്രം അങ്ങനെ കറക്കുമ്പോഴാണ് ആ മോട്ടർ സ്റ്റാർട്ട് ആവണത്. അത് കട്ട് ചെയ്ത് താഴേക്ക് വരുന്നുണ്ടോ. കൊള്ളാം അല്ലേ, പണി എളുപ്പമുണ്ട്. കാരണം ഇത് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പുല്ല് ഇവിടെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചോളക്കാടുകളുടെ സമീപമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വെട്ടിക്കൊണ്ട് വരും, മെഷീനിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. എളുപ്പ പരിപാടി. അതുപോലെ ആ ഉണങ്ങിയ ചോളത്തിന് തണ്ടെല്ലാം ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ആ ബ്രോ ആൾ സ്റ്റുഡൻ്റാണ്, BBA പഠിച്ചുകൊണ്ടിരിക്കുക പൊള്ളാച്ചിയിലൊരു കോളേജിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ അച്ഛനെ സഹായിച്ച് ഇപ്പോൾ കണ്ടില്ലേ മൊത്തം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതും, ഈ തമിഴ്നാട്ടിലെ ആളുകൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊക്കെ വളരെ കുറവാണ്, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ കൃഷി മാത്രമല്ല അവർക്ക്, പശു വളർത്തൽ, ആട് വളർത്തൽ, അതിൽ നിന്നുള്ള വരുമാനം ഒന്ന് ആലോചിക്ക്, അങ്ങ് മെനക്കെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിച്ച് ഒരു നല്ലൊരു ജോലി നേടുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അത് മോശം കാര്യം എന്നല്ല പറഞ്ഞത്. നമ്മൾ ഈ ഒരു സൈഡ് ചിന്തിക്കാറില്ല. എന്തോരം ലാൻഡാണ് നമ്മുടെ കേരളത്തിൽ വെറുതെ കിടക്കുന്നത്, എന്തോരം പാടശേഖരങ്ങളാണ് വെറുതെ കിടക്കുന്നത്, ഒന്നും ഇല്ലാതെ പുല്ലും പിടിച്ച്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലല്ലോ, ആ അർത്ഥത്തിൽ പറഞ്ഞാൽ. നമ്മൾ ഈ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പം കാണാം ഒരു തുണ്ട് ഭൂമി പോലും ഇങ്ങനെ വെറുതെ കിടക്കണ കാണാൻ പറ്റില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നേ, അപ്പോൾ ഈ ബ്രോ വന്നിട്ട് എന്നെ വട്ടം പിടിച്ച് നിർത്തി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ശരിക്കും ഓർക്കത്തില്ല. ഒഡൻചിത്ര മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പം ബ്രോയും ബ്രോയുടെ ബ്രദറോടെ വന്ന് സംസാരിച്ചെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ കുറേ മുഖങ്ങൾ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കില്ല, വെരി സോറി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആളുടെ കൃഷിയിടമാണ് കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ചീരയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് എല്ലാ വെറൈറ്റിയും തന്നെ ഉണ്ട് കേട്ടോ. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ പാലക്കുണ്ട്, മേത്തി, കറി ലീഫ്, കൊറിയാണ്ടർ, മിന്റ് எல்லாம் இருக்கு. உங்கள்கிட்ட தானே சப்ளை பண்ணுறது மோர் டிபார்ட்மெண்ட், மோர் மார்க்கெட், சூப்பர் மார்க்கெட் மோரில் சப்ளை பண்ணிட்டு இருக்கிறோம். கேரளாவில் இல்லை, இங்கே பக்கத்தில் ஸ்டோர் இருக்குது. நான் இங்கே கொடுத்தா அவங்க சப்ளை பண்ணிடுவாங்க. ஓகே ஓகே. பக்கத்தில் உரல்பட்டியில் ஸ்டோர் இருக்கு அல்ல. ரிலையன்ஸ் வந்து இங்கே கிலோமீட்டர் வழியாக இருக்குது. உரல்பட்டியில் வந்து மோர் டிபார்ட்மெண்ட் இது இருக்குது, சூப்பர் மார்க்கெட் இருக்குது. இது மொத்தம் வந்து எவ்வளோ ஏக்கர் இருக்குது? 2 acres இருக்குது. 2 acres. இங்கே சீரை மட்டும் இல்லைடா, ഇവിടെ சோளம் ഉണ്ട്. சோளம் ഉണ്ട്, அது இன்னும் அடுத்த இன்னொரு கட்டில் போட்டிருக்கோம், வேறு பக்கம் போட்டிருக்கோம். சோளம் போட்டிருக்கிறோம். ஓகே. அதெல்லாம் பம்கின் இருக்குது, எல்லா வெரைட்டி எல்லாமே இருக்குது. എല്ലാം ഉണ്ട്. അവരുടെ പേര് വെള്ളിയങ്കിരി അല്ലേ? ഓക്കെ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. തമിഴ്നാട്ടിൽ വന്ന് നമ്മൾ ധാരാളം അമ്പലങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒരമ്പലം പണിയുന്നത് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെയും കല്ലുകൊണ്ട്, പൂർണ്ണമായിട്ടും കല്ലുകൊണ്ട് അമ്പലം പണിയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം അത്രമാത്രം പൊടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ അവർ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലിൽ കൊത്ത് ഉള്ള വർക്ക് ചെയ്യുന്നു, ഗ്രൈൻഡിങ്, അങ്ങനെയുള്ള വിവിധ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ പൂർത്തിയായ 2 അമ്പലങ്ങളാണ് ആ കാണുന്നത്. അത് പൂർണ്ണമായിട്ടും കല്ല് വെച്ചിട്ട് നിർമ്മിക്കുന്നതാണ് കേട്ടോ. ഈ ഇവിടെ നിൽക്കാൻ സാധിക്കില്ല കേട്ടോ. കേട്ടില്ലേ, കല്ല് കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊണ്ട് ഇറക്കിക്കുന്നതുണ്ടോ. ഇനി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള അളവിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്നതൊക്കെ ഇതൊക്കെ ഇവരിവിടെ ലൈവായിട്ട് ചെയ്യുന്നതാണ്. സാധാരണ സിമെൻറ്റിലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ ഒത്തിരി നാളായെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പണിയൊക്കെ ആരംഭിച്ചിട്ട്. അത്തരത്തിൽ 3 ഒരേ വലിപ്പത്തിലും രൂപത്തിലുള്ള 3 ക്ഷേത്രങ്ങളാണ് ഇവിടെ പണിയുന്നത് കേട്ടോ. കൊത്തുന്ന നോക്കി. അന്നാ ഇത് എவ்வளோ നാളാച്ച് இந்த വർക്ക് സ്റ്റാർട്ട് பண்ணிட்டு? 2 വർഷം ആச்சு. ഇനി എவ்வளோ നാൾ എടുക്കും ഫിനിഷ് ആവാൻ? 3 മാസം മുടിക്കും. ഓക്കെ. இந்த കല്ല് എന്തൊക്കെയാണ് കൊണ്ടിരുന്നത്? കല്ല് രാശിപുരം അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല, പൊടി. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് അത് തീരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇനി റൂഫ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കിളവൻകാട് എന്നാണ്. കിളവൻകാട്. ഉടുമ്പൽപേട്ടിൽ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്തേ കാണാത്തതിങ്ങനെ വിചാരിക്കുമ്പോഴാണ് കറക്റ്റ് നമ്മൾ ആ റോഡിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് മിക്കവാറും ലാസ്റ്റ് വീഡിയോയിൽ പോയ അമരാവതി ഡാമിൻ്റെ അങ്ങോട്ട് ചെല്ലുന്ന വഴിയാണെന്ന് തോന്നുന്നു. അമരാവതി ഡാം ഈ ഡയറക്ഷനിൽ പോകുമ്പോഴാട്ടോ ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടുമ്പൽപേട്ട് മൂന്നാർ റൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഉൾവഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നേരമായി ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഗ്രാമങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ പോകുന്ന വഴിക്ക്. ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇടയ്ക്ക് 1-2 വീടുകളൊക്കെ കാണാം. അപ്പോൾ സെൽവപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. ഇത് കണ്ടോ, ഒരു കനാൽ ഒഴുകി പോകുന്നത്. മിക്കവാറും ഇത് അമരാവതി ഡാമിൽ നിന്ന് വരുന്ന കനാലായിരിക്കും കേട്ടോ. എന്തായാലും നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ
കാണാനുള്ള കേട്ടോ. ഇതേ വലിയ മലകളൊക്കെ കാണാം, ചുറ്റും തന്നെ മലകളാണെന്ന് പറയാം കേട്ടോ. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ നെൽവയലുകൾ കാണാം കേട്ടോ, പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ കാണാം. ഇവിടെ നെൽവയലുകളും അവിടെ ചോളപ്പാടങ്ങളും തെങ്ങും തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാണ്. ആ കനാൽ അങ്ങനെ ഒഴുകി പോണു. ദേ അവിടെ ഒരു അക്ക കുറേ ആടുകളൊക്കെ മേച്ചുകൊണ്ട് പോകണം കേട്ടോ. അതുപോലെ ആ കൃഷിയിടങ്ങൾ കാണാം, അതിൻ്റെ അകത്തായിട്ട് ദേ ഓലമഞ്ഞൊരു ഷെഡ്, അതിനിങ്ങനെ അതിർത്തി തിരിച്ച പോലെ തെങ്ങും തോട്ടങ്ങൾ കാണാം. ഏറ്റവും പുറയിലായിട്ട് വലിയൊരു മല, ആ ആടുകളിങ്ങനെ വരി വരിയായിട്ട് പോകുന്ന കേട്ടോ. എൻ്റെ അമ്മേ, ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒന്നും പറയാനില്ല കേട്ടോ. ആ പച്ച വരിച്ച നെൽപ്പാടങ്ങൾ, അതിൽ ആ സാരി കെട്ടി വെച്ചേക്കുന്നുണ്ടോ. പക്ഷേ ഇവിടെ നല്ലൊരു കോമ്പിനേഷനാണ് വർക്കൗട്ട് ആകുന്നത് കേട്ടോ. ആ പച്ചപ്പിനടുക്കിൽ അങ്ങനെ കളർ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അവിടെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സാരിയൊക്കെ എടുത്തിട്ട് അക്ക നിൽക്കുന്നുണ്ട്. ഇവിടെ സാരി കെട്ടി വെച്ചേക്കണമെന്നറിയോ, ഇത് ഇവിടെ പന്നി ശല്യമുണ്ട് കേട്ടോ. പന്നി ഇങ്ങ് കയറിയിട്ട് കൃഷികളും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പന്നി തീർക്കാ, പന്നി നൈറ്റ് വരും. ആ ആ ആ അതെ അല്ലേ. ഓ പന്നി ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണേ. അപ്പോൾ ഇതുകൊണ്ട് ആ കനാലിൽ നിന്ന് ഡൈവേർട്ട് വിട്ടേക്കണ തോടാണ്, വെള്ളം കിടന്ന് പോകുന്നുണ്ടോ കൃഷിക്ക് ആവശ്യമായിട്ട്. അണ്ണൻ്റെ പേര് ചോദിച്ചു, പറഞ്ഞത് മോഹൻലാൽ എന്നാണേ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞത്. അന്ന ഗ്രാമ പേരെന്താ തന്നെ? കല്ലാപുരം. ആ കല്ലാപുരം നല്ല, ഇതിൽ നല്ല കാഴ്ചകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ കോക്കട, അത് പാത്താച്ച്. ആ പാത്താച്ച് റിവറിൽ ഇരിക്കാ. ആ ഓ നദിയിൽ കാണാൻ പറ്റുമോ അത്? ആ നമ്മൾ മുതല പാർക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്, കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. മുതല കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മളിപ്പോൾ കല്ലാപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അണ്ണനാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുതലഫാം കണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ ലൈവായിട്ട് നദിയിൽ മുതല കിടക്കുന്ന ലൈവായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കി കാണാം, അവിടെ ഒരു മുതല ഒരു പാറപ്പുറത്ത് കയറി കിടക്കാനുണ്ട്. ഈ നദിയിൽ നിറയെ മുതലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഓ എൻ്റെ അമ്മോ, ആ മുതല കിടക്കണം നോക്കി. കണ്ടോ, അത്ര അകലെന്നാണ് സൂം ചെയ്തേക്കണേ. കുറച്ച് അടുത്ത് നോക്കിയാൽ നമുക്ക് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കിട്ടും, പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ടെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഒത്തിരി മുതലുകളുണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ആ സാറ് പറഞ്ഞായിരുന്നല്ലോ, ഈ നദിയിൽ ഒരുപാടുണ്ട്, നദിയിലും ഡാമിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ടെന്ന്. ഈ ഡാമൊക്കെ തുറക്കുന്ന സമയത്ത് മുതലുകൾ ഈ നദിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അമരാവതി നദിയാണ് ഒഴുകുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് പ്രോപ്പർ വഴിയില്ല കേട്ടോ. വഴിയുണ്ട്, പക്ഷേ വെയിൽ കെട്ടി തിരിച്ചേക്കുവാണേ, ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ. അത് പ്രശ്നമില്ല, അവിടെ ഇത് അയ്യോ ഇല്ല, മുള്ളു വേലി ഇട്ടേക്കുവാണ്ടോ, നമുക്ക് പോകാൻ പറ്റില്ല. ആ മുതലേ ഇറങ്ങിപ്പോയേ. എന്തായാലും നമ്മൾ വന്നത് കറക്റ്റ് ടൈമിലാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചത്, ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു മുതലേക്ക് എവിടെ ഉണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്താ അല്ലേ. ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് പറയാൻ പോലും പറ്റില്ല, അത്രമാത്രം മുതലകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ കല്ലാപുരം പാലത്തിൽ നോക്കിയാൽ നമുക്ക് അമരാവതി ഡാം കാണാം കേട്ടോ. അപ്പം കല്ലാപുരം ഗ്രാമത്തിലെ വീടുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ വരുമ്പം കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള വീടുകളാണ്. വീടുകളും അതിനോടനുബന്ധിച്ച് കടകളൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്കത് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഗ്രാമത്തിലേക്ക് ഏകദേശം 10ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഉടുമലപ്പേട്ടയിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ ഒരു ബസ് വന്നേക്കുന്നുണ്ടോ. ഇതിവിടെ ഒരു കോവിലുണ്ട്, ഗണപതി കോവിൽ, അതുകൊണ്ടോ. അപ്പോൾ അവിടെ വരെയാണ് ബസ്സുള്ളൂ. അവിടെ ആളെ ഇറക്കിയ ശേഷം അവിടെ നിന്ന് ആളെ കയറ്റിയിട്ട് വീണ്ടും ഉടുമലപ്പേട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ എപ്പോഴും തന്നെ ബസ്സുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ 2-3 ബസ്സുകൾ വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അവിടെ നിന്ന് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ആ കാണുന്നത് ഒരു കോവിലാണ് കേട്ടോ, ഗണപതി കോവിൽ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ചുറ്റിനും കാണുന്ന ഈ മലകളും ഈ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നോക്കി, ചെറിയൊരു ബാർബർ ഷോപ്പാണേ. നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന രീതിയിലുള്ള ബാർബർ ഷോപ്പ് ഇപ്പം എല്ലാം ബ്യൂട്ടി പാർലറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. തമിഴ്നാട്ടിൽ വരണം ഇങ്ങനെയുള്ള
കടകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് ആ നോക്കി എന്ത് രസം നോക്കി, ആ വീടുകൾ ഇരിക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലം ശ്രദ്ധിച്ചോ കണ്ടോ, ആ വീടുകളും അതിൻ്റെ പുറകിലായിട്ട് മലയും പാടങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. പറയാൻ കേട്ടോ എപ്പോഴും നോക്കിയാലും. ഈ ഒരു വീട് നോക്കേ, ഇത് പഴയ ഒരു വീടാണ്, ചെറിയൊരു വീട്. ആ വീടിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ വള്ളിപ്പടർപ്പുകൾ പടർന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ടോ, അതിൽ കുറേയൊക്കെ ഉണങ്ങിപ്പോയി. ഇവിടെ പച്ചപ്പായിട്ട് കുറേ നമുക്ക് കാണാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, കല്ല് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ അടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇങ്ങനെ കുമ്മായം പൂച്ചേക്കുവാണ് കേട്ടോ. ഇതിവിടെ നിലവിൽ താമസമുള്ള വീടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ധാരാളം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. എല്ലാം ഇത്തരത്തിലുള്ള ചെറിയ വീടുകളാണ് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. ഓട് മേഞ്ഞ വീടുകളും അതുപോലെ തന്നെ ഓല മേഞ്ഞ വീടുകളൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിൽ. അതായത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ കല്ലാപുരം കേട്ടോ. കല്ലാപുരം പാലം ഇവിടെയുള്ള ഗ്രാമീണരുടെ ഒരു കൂടിച്ചേരലിൻ്റെ ഇടം കൂടിയാണ്. ഇവിടെ ഇന്ന് ധാരാളം പേരെ കാണാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഒരുപാട് പേരിവിടെ ഉണ്ട്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും അടിപൊളി കാഴ്ചകളാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും നെൽകൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും വലിയ നെൽപ്പാടങ്ങളാണ് കാണുന്നത്. പിന്നെ ഇവിടെ വളരെ വിശേഷപ്പെട്ടൊരു കാഴ്ചയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ കൊടി ഇല്ലെണ്ണ കൊടി ആ. അപ്പോൾ ഇവിടെ ഒരു കനാലുണ്ട്. കനാൽ എന്ന് പറഞ്ഞാൽ അക്വാഡക്റ്റ്, വാട്ടർ ബ്രിഡ്ജ് എന്ന് പറയും. അങ്ങനെ വാട്ടർ ബ്രിഡ്ജ്, അതായത് കല്ലാപുരം വാട്ടർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ അക്വാഡക്റ്റ് തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടില്ലേ, അക്വാഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇത്ര വളരെ വീതി കുറവാണ്, വെള്ളം വഴി പോകുന്നുണ്ടോ. ഇത് എவ்வளோ ദൂരം ഇருக்கு? അതാ കുറച്ച് ഇരുന്ന് നടക്കാൻ പാടാ. അതേ അണ്ണ വെള്ളത്തിൽ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ്, ഇങ്ങനെ അത്രയും വീതി ഉള്ളൂ കേട്ടോ ഈ അക്വാഡക്റ്റിന്. 2000 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പഴക്കം മനസ്സിലാവും. കാരണം അതിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ പോയിട്ടുണ്ടേ. എൻ്റെ പൊന്നു, ഇതിങ്ങനെ മേളിൽ കൂടെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കേണ്ടി വരും, വീതിയില്ല. മതിയാണോ മതി. കണ്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ, വെസ്റ്റേൺ ഗഡ്സും അതിൻ്റെ താഴ്വാരത്തായിട്ട് നെൽപ്പാടങ്ങളും വീടുകളും അടിപൊളി. അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. ആ പാറപ്പുറത്തൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്നാവട്ടെ. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഗ്രാമം സമ്മാനിക്കുന്നത് കേട്ടോ. അയ്യോ, ഇത് ചവിട്ടാതെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഷൂ നനയുമല്ലോ. തോട് ക്രോസ് ചെയ്യേണ്ടി വരും എന്തായാലും, ഷൂ നനയുമല്ലോ. ചാടാവും നോക്കട്ടെ. അയ്യോ ചെളി താന്ന് ഷൂ നനയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചാടിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാറപ്പുറമാണേ ഈ പാടശേഖരങ്ങളുടെ നടുക്കായിട്ട്. കല്ലാപുരം വാട്ടർ ബ്രിഡ്ജിൻ്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അപ്പോൾ ആണോ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പൂർണ്ണമായൊരു ഷേപ്പ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അഴകിയ തമിഴ് മകൻ, ജില്ല, പിന്നെ വെട്രിവേൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പാറപ്പുറമാണ് കാണുന്നത്. പാട്ടുരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു വീടാണോ അതോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടേക്കണതാണോ എന്നറിയില്ല. അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. കാണാനൊരു പ്രത്യേക രസമുണ്ട്. ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടേക്കണ ഒരു വീടായിരുന്നു കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ നമുക്ക് വേറെ പാറകളൊക്കെ കാണാം കേട്ടോ. മൂവി നെയിം ഭൂമി ജയൻ രവി. ഇവിടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജയൻ രവിയുടെ ഭൂമി അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഖുഷി ഇങ്ങത്താണേ അങ്കപ്പാറ അല്ല. ഈ പാറപ്പുറത്തു നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ആ ഗ്രാമത്തിലെ വീടുകൾ, ഒട്ടുമിക്ക വീടുകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ എന്താ പറയുക, ചുറ്റോട് ചുറ്റും മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഈ പാറപ്പുറത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും കിട്ടുന്നത്. അപ്പോൾ ഈ വാട്ടർ ബ്രിഡ്ജ് നിലവിലിപ്പം ഇറിഗേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കും. കാരണം ഇത്രയും 2000 വർഷം പഴക്കമുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അണ്ണം പറഞ്ഞ ഒരു അറിവ് മാത്രമാണുള്ളത്. ഞാനിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയെങ്കിലും അധികം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ഇതെന്നാണ് പണിതത് അതിനെക്കുറിച്ച് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ഇത് വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. 2000 വർഷം പഴക്കമുണ്ടോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതൊരു തകർച്ചയുടെ വക്കിലാണെന്ന് തന്നെ പറയാം. അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ അതിൻ്റെ പ്ലാസ്റ്ററിങ് അല്ല, ഈ കണ്ടില്ല ഒരുപാട് തൂണുകളുണ്ട് ഈ അക്വാഡക്റ്റിന്. അപ്പം അതിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം ഇളകി പോയിട്ടുണ്ട്. അങ്ങനെ ഈ കൽക്കെട്ടുകളാണ്, ഈ തൂണ് കല്ല് വെച്ചിട്ടാണ് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന
ഇങ്ങനെ ഒരു ചതുരാകൃതിയിലുള്ള തൂണുകളാണ്, നിരവധി തൂണുകളുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്ററിങ് ഇളകി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ വെള്ളം ഒഴുകി പോകുന്ന ഈ ഭാഗം കണ്ടില്ലേ, അതൊരൊറ്റ പാളിയിലുള്ള കല്ല് കണ്ടില്ലേ, ഇത് അങ്ങനെ നീളത്തിലുള്ള കല്ലുകളാണ് അങ്ങ് വരെ പോയിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല ഈ അക്വാഡക്റ്റിന് ഉള്ളത്. നല്ല അത്രയും വർഷം പഴക്കം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി, ഇത്ര വർഷമായിട്ട് ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യുന്നില്ല, അവിടെ ചെയ്തിട്ടില്ല ഇതുവരെ. അതാണ് അതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. 2000 വർഷം എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു വർഷം തുടങ്ങി ഇതുവരെ ആയിട്ടും ഒരു മെയിൻ്റനൻസ് ഇതിൽ ചെയ്തിട്ടില്ല. അന്ന് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു കോലത്തിൽ തന്നെയാണ്. അതായത് ഇതിൽ സംഭവിച്ച മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഈ പ്ലാസ്റ്ററിങ് എല്ലാം ഇളകി പോയി കണ്ട കല്ലൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും അന്നത്തെ കാലത്ത് ഈ സുർക്കി മിശ്രിതം പോലെയുള്ള സിമെൻറ്റ് കാണില്ലല്ലോ. അപ്പോൾ ഇതുണ്ട്, സിമെൻറ്റൊന്നും അല്ല ശരിക്കും, നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലേ, ഇതൊന്നും എന്തായാലും സിമെൻ്റ് ഒന്നുമല്ല, ഒരു ചെളിയുടെ ഒരു കളറാണുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് അത് ഇളകി പോയിട്ട് ആൽമരമൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഇത് സംരക്ഷിച്ച് നിർത്തേണ്ടതിൻ്റെ എത്രയും വർഷം പഴക്കമുണ്ടെന്ന് ഈ ഒരു പുരാതനമായൊരു നിർമ്മിതി തന്നെയല്ലേ ഇത്. അതുകൂടെ ഇപ്പോഴും ജലസേചനം നടത്തുന്നുണ്ട്. അതാണ് ചെറിയ ലീക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിലിപ്പോഴും. 40 വർഷം പഴക്കമൊന്നും ആയിരിക്കില്ല കേട്ടോ, അറിയില്ല. ഒരു പല രീതിയിലാണ് പറയുന്നത്. ഇവർ ചെറിയ കുളന്തകൾ ആർന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പം അപ്പം നമ്മൾ ട്രിച്ചി പോയപ്പം അവിടെ ഒരു അണക്കെട്ട് കണ്ടില്ലായിരുന്നു, കല്ലണേ. അതിന് 2000 വർഷം പഴക്കമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും 2000 വർഷങ്ങൾക്ക് മുന്നേ ഡാമുകളും ഇങ്ങനെയുള്ള അക്വാഡക്റ്റുകളും ഒക്കെ അതിൻ്റെയൊക്കെ പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ അക്വാഡക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ബ്രോയുടെ വീട് തൃശ്ശൂരാണ് ശരിക്കും? ഇവിടെ അല്ലേ? ബ്രോയുടെ പേരെന്താ? ഓക്കെ, ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണോ? അപ്പോഴേ ഈ അക്വാഡക്റ്റിന് അധികം ലെങ്ത് ഒന്നുമില്ല, അതുകൊണ്ടില്ലേ ഒരു തോട് ഒഴുകുന്നുണ്ടല്ലേ. ഈ തോടൊഴുകിയാണ് ആ അക്വാഡക്റ്റിലേക്ക്, അതായത് ആ വാട്ടർ ബ്രിഡ്ജിലേക്ക് ചെന്ന് പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 200 അല്ലെങ്കിൽ 300 മീറ്റർ കാണും. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ആ ബ്രിഡ്ജ് പണിത് വെള്ളം അക്കരയ്ക്ക് എത്തിക്കുന്നത് കേട്ടോ. അതാ ഈ ഗ്രാമത്തിലെ ആ വീടുകളൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പം അത്രയും ലെങ്ത്തേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ അക്വാഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കനാലിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ കനാലൊന്നുമില്ല. ഈ കാണുന്ന തോട്ടിലെ വെള്ളം അങ്ങ് കൊണ്ടുപോകാനായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ വരെ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇവിടെ വരെയാണ് പണിതിട്ടുള്ളൂ. അതങ്ങനെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിർമ്മിച്ചതായിരുന്നു. കണ്ടോ, ആ വെള്ളമാണ് ആ പാടശേഖരങ്ങളിലേക്ക് ഒഴുകി പോകുന്നത്. അപ്പം അങ്ങനെ മടക്കയാത്രയിലാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് അമരാവതി ഡാമിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ നേരെ പോയി ഉടുമ്പൽപേട്ട് മൂന്നാർ റൂട്ടിലേക്ക് ഒന്ന് കയറും കേട്ടോ. അങ്ങനെ മൂന്നാർ വഴി ആണ് തിരിച്ചു പോകുന്നത്. എന്തായാലും ഈ ഉടുമ്പൽപേട്ട് ഗ്രാമം പൊള്ളാച്ചിനെ അപേക്ഷിച്ച്, പൊള്ളാച്ചിയിൽ പ്രധാനമായിട്ടും തെങ്ങ് ആണെങ്കിൽ ഇവിടെ എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഒഡൻചത്രം പോലെയുള്ള തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പച്ചക്കറികൾ ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ കയറിപ്പോകുന്നുണ്ട്, വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ. അങ്ങനെ പച്ചക്കറി കൃഷികൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായൊരു ഗ്രാമമാണ് ഉടുമ്പൽപേട്ട്. ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമുക്ക് ഉടുമ്പൽപേട്ടിൽ. ഇതുപോലെയുള്ള വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് കേട്ടോ. നമ്മൾ കാണുന്ന കാഴ്ചകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഇന്ന് കണ്ട മുതലയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓർത്ത് നോക്കി, ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അവിടെ മുതല ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതങ്ങനെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അകലെ നിന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച കാണാൻ പറ്റി. അപ്പോൾ നമ്മളിത് ആനമല ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ ആ മുതല ഫാമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഡാമിനോട് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി അമരാവതി ഡാമിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണേ. അപ്പോൾ കല്ലാപുരത്തു നിന്ന് അതുവഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അമരാവതി ഡാമും അതുപോലെ അമരാവതി നദിയൊക്കെ ഒഴുകുന്നതാണ് കേട്ടോ. നമ്മൾ കല്ലാപുരം പാലത്തിൻ്റെ മേളിൽ നിന്നപ്പം ഈ ഡാം കണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് കല്ലാപുരം പാലം കാണാൻ പറ്റുമെന്ന് പറയാം കേട്ടോ. ഇവിടുന്ന് അങ്ങ് ദൂരെയായിട്ട് കാണാം കേട്ടോ, ഒരു വെള്ള വര പോലെ കണ്ടോ. അപ്പോൾ അമരാവതി നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. ഈ നദീനെ അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുമല്ല, അതായത് കെട്ടി നിർത്തിയേക്കുമല്ല. ഈ ഡാമിന് താഴെ ഒരു ഷട്ടറുണ്ട്. അപ്പോൾ ആ ഷട്ടർ തുറന്നു വിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വെള്ളം ഈ നദിയിലേക്ക് വരുന്നത് കേട്ടോ. ആ ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ നദിയിൽ വെള്ളം കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. എങ്കിൽ കൂടി ആ പാലത്തിൻ്റെ ഭാഗത്ത്, ആ കല്ലാപുരം ഭാഗത്തൊക്കെ ആ നദിയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഈ ഡാമിൽ
നല്ല രീതിയിൽ മത്സ്യസമ്പത്തുള്ളതാണ് ഈ നദിയിലേക്ക് ആയിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മുതലസമ്പത്തും ഉള്ളതാണ്. നമ്മൾ ലൈവായിട്ട് കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം പേര് ചൂണ്ടയിടാനും മീനൊക്കെ പിടിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഈ നദിയിൽ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ മുതലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉടുമൽപേട്ടിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നാടിൻ്റെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.